സ്റ്റാറ്റിസ്റ്റിക്സ് പറയുന്നത് ഏതൊരു വ്യക്തിക്കും ക്യാൻസർ ഉണ്ടാകാനുള്ളൊരു ചെറിയൊരു റിസ്ക് തൻ്റെ ലൈഫ് ലോങ് ഒരു ആ ഒരു ടൈം ഫ്രെയിമിൽ ഉണ്ടാവും. സ്ഥിരമായിട്ടോ അല്ലാതെയോ നമ്മൾ ഗൂഗിളിൽ നമ്മുടെ രോഗലക്ഷണങ്ങൾ നമ്മൾ അന്വേഷിക്കുകയാണ്, തിരയാണ്. എനിക്ക് തലവേദന ഉണ്ട്, ഇത് ക്യാൻസർ ആണോ എന്നാണ് പലരുടെയും സംശയം. വേൾഡിലെ തന്നെ ഇന്ത്യ ഈസ് കൺസിഡർഡ് ദ ക്യാപിറ്റൽ ഫോർ ഹെഡ് ആൻഡ് നെക്ക് ക്യാൻസേഴ്സ് അല്ലെങ്കിൽ ഓറൽ ക്യാൻസേഴ്സ്. ദാറ്റ് ഈസ് ദ ബർഡൻ. കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ ഇത്രയും ക്യാൻസർ ഇല്ലായിരുന്നല്ലോ എന്ന് എല്ലാവരും പറയും. അപ്പം നമ്മുടെ ഈ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ ഒരു കാരണമാണ്. കൂടുതലായിട്ട് കേട്ടിട്ടുള്ളൊരു കാര്യമാണ് മഞ്ഞൾ ചേർത്ത വെള്ളം കുടിച്ചാൽ, ഡെയിലി കുടിച്ചാൽ നിങ്ങൾക്ക് ക്യാൻസർ വരില്ല. എന്തെങ്കിലും വാസ്തവമുണ്ടോ? എൻ്റെ മെജോറിറ്റി ഓഫ് ദ പേഷ്യൻസ് ഫ്രം റൂറൽ പുവർ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന പേഷ്യൻസ്, മെജോറിറ്റി ഓഫ് ദം ഈ പറയുന്ന ടൊബാക്കോ പ്രൊഡക്ട്സ് യൂസ് ചെയ്യും. ആൻഡ് അവർ വിചാരിക്കുന്നത് ഇതും കൊണ്ട് ഒരു കുഴപ്പവുമില്ല, കാരണം എൻ്റെ അപ്പനും അമ്മയും കഴിച്ചിട്ടുണ്ട്, എൻ്റെ അപ്പച്ചനും അമ്മച്ചയും കഴിച്ചിട്ടുണ്ട്, അവരുടെയും പൂർവികർ കഴിച്ചിട്ടുണ്ട്, നാട്ടുകാർ മുഴുവനും കഴിക്കുന്നുണ്ട്, പിന്നെ എനിക്കെന്താണ് കുഴപ്പം? പുക വലിച്ചാൽ മാത്രമാണോ ക്യാൻസർ വരുന്നത്? മഞ്ഞൾപ്പൊടി ചേർത്ത വെള്ളം കുടിച്ചാൽ ക്യാൻസറിനെ പ്രതിരോധിക്കാൻ പറ്റുമോ? ഗൂഗിളിൽ സെർച്ച് ചെയ്ത് ഇനി സമയം കളയണ്ട, നമുക്ക് ഡോക്ടറിനോട് ചോദിക്കാം. മനോരമ ഓൺലൈനിൽ ഇന്ന് നമ്മളോടൊപ്പം ചേരുന്നത് ഡോക്ടർ ഹനീഷ് ജോർജ്. വെൽക്കം ഡോക്ടർ. താങ്ക് യു ജസ്ന. ഡോക്ടർ, ഹെഡ് ആൻഡ് നെക്ക് ക്യാൻസർ ശരിക്കും എന്തൊക്കെ കാര്യങ്ങളായിരിക്കും ഈ ഒരു കാറ്റഗറിയിൽ വരിക? ഹെഡ് ആൻഡ് നെക്ക് ക്യാൻസർ എന്ന് പറയുമ്പം ഒരു ബ്രോഡ് സബ് സ്പെഷ്യാലിറ്റിയാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ ഈ ഹെഡ് ആൻഡ് നെക്ക് എന്ന് പറയുന്നതിൻ്റെ കൂട്ട് തന്നെ അപ്പം മുഖവും കഴുത്തിനും മുകളിലായിട്ടുള്ള എല്ലാ സ്ട്രക്ചേഴ്സിലും ഉൾപ്പെടുന്ന ക്യാൻസറിനാണ് നമ്മൾ ഹെഡ് ആൻഡ് നെക്ക് ക്യാൻസർ എന്ന് പറയുന്നത്. അതിൻ്റെ അകത്ത് അപ്പം നമ്മളുടെ വായിലെ ഓറൽ ക്യാൻസർ, അതായത് ടങ് ക്യാൻസർ, സ്പെസിഫിക്കലി നമ്മളുടെ ചെള്ളയ്ക്കുണ്ടാകുന്ന ക്യാൻസർ, ലിപ്സിലുണ്ടാകുന്ന ക്യാൻസർ, അതേപോലെ നമ്മളുടെ ലാരിങ്സ്, അതായത് വോയിസ് ബോക്സ്, ത്രോട്ട് ക്യാൻസർ, തൈറോയിഡ് ക്യാൻസർ, നെക്കിലുണ്ടാകുന്ന ക്യാൻസർ, ഇതെല്ലാം അതിൻ്റെ അകത്ത് ഇൻക്ലൂഡഡ് ആണ്. ക്യാൻസറിൻ്റെ കാര്യം നമ്മൾ എപ്പോൾ പറഞ്ഞാലും പുകവലിയുമായിട്ടാണ് നമ്മൾ അസോസിയേറ്റ് ചെയ്ത് പറയുക. അപ്പം പുകവലിച്ചാൽ മാത്രമാണോ നമുക്ക് ക്യാൻസർ വരാൻ ചാൻസ് ഉള്ളത്, അതോ ഇതിൽ പാരമ്പര്യ ഘടകങ്ങളുണ്ടോ? എങ്ങനെയാണ് ഈ രോഗത്തെ നമ്മൾ ശരിക്കും പറയുക? അതൊരു നല്ല ക്വസ്റ്റ്യൻ ആണ് ജസ്ന. പലർക്കും അങ്ങനൊരു സംശയമുണ്ട്. അപ്പോൾ പുകവലിച്ചാൽ മാത്രമാണോ ക്യാൻസർ വരുന്നത്, അല്ലെങ്കിൽ ഹെറിഡിറ്ററി ആയിട്ടൊരു പ്രോബ്ലം ഉണ്ടോ എന്ന്. അപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്സ് പറയുന്നത് ഏതൊരു വ്യക്തിക്കും ക്യാൻസർ ഉണ്ടാകാനുള്ളൊരു ചെറിയൊരു റിസ്ക് തൻ്റെ ലൈഫ് ലോങ് ഒരു ആ ഒരു ടൈം ഫ്രെയിമിൽ ഉണ്ടാവും. പക്ഷേങ്കിൽ അഥവാ ഞാൻ എൻ്റെ ആയുസ്സിൽ സ്മോക്കിംഗ് എന്നൊരു ഹാബിറ്റ് തുടങ്ങുകയാണ്, അല്ലെങ്കിൽ സ്മോക്ക്ലെസ് ടൊബാക്കോ എന്നൊരു ഹാബിറ്റ് തുടങ്ങുകയാണെങ്കിൽ എൻ്റെ റിസ്ക് ഒരു 7 to 8 times ആയിട്ട് വർദ്ധിക്കും. ഇൻ ദ സെയിം ടൈം ഞാൻ അഥവാ ആൽക്കഹോൾ കൺസംഷൻ കൂടെ കൂട്ടുകയാണെങ്കിൽ ആ റിസ്ക് ഒരു 20 to 25 times ആയിട്ട് വർദ്ധിക്കും. അപ്പോൾ എൻ്റെ ബേസ് ലൈൻ റിസ്ക് എക്സ്പൊണൻഷ്യലി ആണ് ഇൻക്രീസ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ദ ഇംപ്ലിക്കേഷൻ ഓഫ് ഈ പറഞ്ഞ ഹാബിറ്റ്സ്. ശരിക്കും നമ്മൾ പുക വലിക്കുന്നത് കൊണ്ട് എന്തൊക്കെ പ്രശ്നങ്ങളാണ് നമുക്ക് ഉണ്ടാകാൻ പറ്റുക? സോ WHO ഡേറ്റ പ്രകാരം, അല്ലെങ്കിൽ ICMR ഡേറ്റ പ്രകാരം, മെജോറിറ്റി ഓഫ് ദ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ്, അതായത് ഈ പറയുന്ന ഡയബറ്റിസ്, ഹൈപ്പർ ടെൻഷൻ, അല്ലെങ്കിൽ സ്ട്രോക്ക്, അല്ലെങ്കിൽ ഇങ്ങനെ ക്യാൻസർ, ഇങ്ങനെ പല നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസിനും ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് ഈ പറയുന്ന ടൊബാക്കോ ഇൻ ഇറ്റ്സ് വേരിയസ് ഫോംസ്, ആൽക്കഹോൾ ആൻഡ് വേരിയസ് ലൈഫ് സ്റ്റൈൽ പ്രോബ്ലംസ്. അപ്പം ഇതെല്ലാം കൂടെ ചേരുമ്പോൾ ഈ പറഞ്ഞ എല്ലാ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസിനുമുള്ള ചാൻസസ് വളരെ അധികമായിട്ട് കൂടുന്നു. ഡോക്ടർ, അതുപോലെ ഈ പുകവലി മാത്രമല്ല, നമ്മൾ ഈ മറ്റു പല സബ്സ്റ്റൻസ് ഉണ്ടല്ലോ, അതായത് ഈ ഹാൻഡ്സ് പോലുള്ള പല കാര്യങ്ങൾ, കൂളെന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ, മറ്റ് സംസ്ഥാനത്തു നിന്നുള്ള തൊഴിലാളികളൊക്കെ വന്നിട്ട് അവരെപ്പോഴും ഇത് ചവച്ചുകൊണ്ടിരിക്കുന്നത് കാണാൻ പറ്റും. അത് എനിക്ക് തോന്നുന്നു അവരുടെ കൾച്ചറിന്റെ ഭാഗമായോ എന്നറിയില്ല, പക്ഷെ എപ്പോഴും ഇവരത് കണ്ടിന്യൂസ് ആയിട്ട് ചവച്ചുകൊണ്ടിരിക്കുന്നത് കാണാൻ പറ്റും. അത് ശരിക്കും ഭയങ്കര റിസ്ക് ഉള്ളൊരു കാര്യമല്ലേ? വളരെയധികം റിസ്ക് ഉള്ളൊരു കാര്യമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ടൊബാക്കോയ്ക്ക് 2 ഫോംസ് ഉണ്ട്. ഒന്നാണ് സ്മോക്കിംഗ് ഫോം, അതായത് ഈ നമ്മുടെ സിഗരറ്റ്, ബീഡി, അല്ലെങ്കിൽ ഹുക്ക, ഇൻ വേരിയസ് ഫോംസ് ആയിട്ട് അത് ആൾക്കാർ യൂസ് ചെയ്യും പല രീതിയിൽ. ദ സെക്കൻഡ് മോസ്റ്റ് പ്രെവലൻറ്റ് നമ്മളുടെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന സംഭവമാണ് സ്മോക്ക്ലെസ് ഫോം ഓഫ് ടൊബാക്കോ. അതിൻ്റെ അകത്ത് പല വേരിയൻസ് ഉണ്ട്, പല പേരിൽ നമുക്കത് ലഭിക്കാനായിട്ട് സാധിക്കും. അപ്പം നമ്മൾ മലയാളത്തിൽ അതിന് പാൻ, അല്ലെങ്കിൽ ഗുട്ക, തമ്പാക്കു, ഹിന്ദിയിലാണെങ്കിൽ മിശ്രി, മാവ, പിന്നെ ഇതിൻ്റെ ച്യൂവബിൾ ഫോംസ് കൂടാതെ പേസ്റ്റ് ഫോമിലും വരും. അപ്പം ഒത്തിരിയും സ്ത്രീകൾ യൂസ് ചെയ്യുന്ന വേറൊരു ഫോമാണ് ടൂത്ത് പേസ്റ്റ് പോലെ. അപ്പോൾ അതിൻ്റെ പേരാണ് റാണി, ഗുൽ, ഹാത്തി, ഇങ്ങനെ പല ബ്രാൻഡ് നെയിംസിൽ ഇതെല്ലാം നമുക്ക് ലഭ്യമാണ്. അപ്പം ഈ ഇപ്പം വർക്കേഴ്സ് അല്ലെങ്കിൽ ലേബറേഴ്സ് അത് ചൂസ് ചെയ്യുന്നതെന്ന് പറയുമ്പം they are so addicted, രാവിലെ തൊട്ട് രാത്രി വരെ സംടൈംസ് ഈവൻ ഉറങ്ങുമ്പോൾ പോലും ഇത് വായിൽ വെച്ചിട്ടാണ് ഓരോരുത്തരും
ഉറങ്ങുന്നത്. അപ്പം അത്രയ്ക്കാണ് അതിൻ്റെ അഡിക്ഷൻ പൊട്ടൻഷ്യൽ. പുതിയ തലമുറ ഈ പറയുന്ന ഡ്രഗ് യൂസൊക്കെ ഭയങ്കര കൂടുതലാണ്, അല്ലെങ്കിൽ പുകവലി ആവട്ടെ, മദ്യപാനം ആവട്ടെ, അല്ലെങ്കിൽ കെമിക്കൽ സബ്സ്റ്റൻസ് എന്ത് കാര്യങ്ങളാവട്ടെ അധികം കുറച്ച് കൂടുതലാണ് എന്ന് നമ്മൾ പറയാറുണ്ടല്ലോ. എന്നും ഈ പറയുന്ന ഓറൽ ക്യാൻസർ പോലുള്ള മാരകമായിട്ടുള്ള ബുദ്ധിമുട്ടുള്ള രോഗം കാണുന്ന ഒരാളെന്ന നിലയ്ക്ക് അത് എത്രത്തോളം സ്കെയറി ആയിട്ടുള്ള കാര്യമാണ്? വളരെ സ്കെയറിയാണ്. ബിക്കോസ് അപ്പം പലരും എൻ്റെ അടുത്ത് പറയുന്നത്, ഈ സിഗരറ്റ്സ് ആണെങ്കിൽ കുഴപ്പമില്ല, അല്ലെങ്കിൽ നമ്മുടെ ഇൻ എ ഡിഫറെൻറ്റ് ഫോം ഹുക്കായിട്ടാണെങ്കിൽ, അല്ലെങ്കിൽ വേറെ പല പല ഫോംസിൽ എടുക്കുകയാണെങ്കിൽ, ചില്ലമായിട്ട് എടുക്കുകയാണെങ്കിൽ ഇതിന് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകത്തില്ല എന്നാണ്. പക്ഷേ ദർ ഇസ് എനഫ് എവിഡൻസ് ടു സേ ഇറ്റ് ഈസ് ഇൻജൂറിയസ് ടു ഹെൽത്ത്. അത് കാരണം റീക്രിയേഷണൽ ഡ്രഗ്സ് കാരണം ശരീരത്തിന് ബെനിഫിറ്റ് വന്നവർ വളരെ അപൂർവമായിട്ടുള്ള കുറച്ച് ആൾക്കാരെ കാണും. അത് കാരണം ശരീരം നശിച്ചു പോത്തതേ ഉള്ളൂ. അപ്പം ഇറ്റ് ക്യാൻ കോസ് വേരിയസ് തിങ്സ്. ലങ് ക്യാൻസർ ആവാം, ഓർ ഇറ്റ് ക്യാൻ ഈ ആൽക്കഹോൾ ഇൻടോക്സിക്കേഷൻ കാരണം ലിവർ ആവാം, അല്ലെങ്കിൽ കോളൻ ആവാം. ഇറ്റ് ക്യാൻ എഫക്റ്റ് എനി പാർട്ട് ഓഫ് ദ ബോഡി. അപ്പം അത് ഇന്നത്തെ ഒരു തലമുറയ്ക്ക് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കേണ്ട ഒരു കാര്യമാണ്. ദാറ്റ് വി ഷുഡ് ബി കെയറിങ് ഫോർ അവർ ബോഡീസ്. കാരണം ഇത് വളരെ ഒരു ഭയങ്കര ഇൻട്രിക്കേറ്റ് രീതിയിലാണ് ഈ നമ്മളുടെ ബോഡിയെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഡിസൈൻ ആക്ച്വലി നമ്മളതിനെ ഇങ്ങനെ മലിനീകരണം ചെയ്യുമ്പോൾ അതിന് പല ബുദ്ധിമുട്ടുകളും വരും. ആൻഡ് ഇപ്പം ദർ ആർ മെനി പീപ്പിൾ ഹു വുഡ് സേ, എക്സസൈസിലൊന്നും കാര്യമില്ല, ഗുഡ് ഡയറ്റൊന്നും, യു ക്യാൻ ജസ്റ്റ് ഈറ്റ്, ഡ്രിങ്ക് ആൻഡ് ബി മെറി എന്നുള്ളൊരു കോൺസെപ്റ്റാണ്. പക്ഷേ ദർ ആർ കപ്പിൾ ഓഫ് ഫാക്ടേഴ്സ്. ഒന്ന് ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസ് ആണ്. നമ്മളുടെ ഈ ജങ്ക് ഫുഡ്, അല്ലെങ്കിൽ മൈക്രോ പ്ലാസ്റ്റിക്സ്, പിന്നെ അതേപോലെ തന്നെ ഫ്രൈഡ് ഐറ്റംസ്, എക്സസീവ് കൺസംഷൻ ഓഫ് ജസ്റ്റ് പ്രോസസ്ഡ് ഫുഡ്, ഇതെല്ലാം കോൺട്രിബ്യൂട്ടിങ് ഫാക്ടേഴ്സാണ്. അപ്പം കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ ഇത്രയും ക്യാൻസർ ഇല്ലായിരുന്നല്ലോ എന്ന് എല്ലാവരും പറയും. അപ്പം നമ്മളുടെ ഈ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ ഒരു കാരണമാണ്. രണ്ട്, പണ്ട് ഒത്തിരി കഠിനാധ്വാനം ചെയ്യുന്ന ആൾക്കാരായിരുന്നു കൂടുതലും. കാരണം ഡെയിലി വേജും ലേബറേഴ്സും അങ്ങനെ. അപ്പം നമുക്കെല്ലാം ഡെസ്ക് ജോബാണ്, വെരി കംഫർട്ടബിൾ. പക്ഷേ നമ്മളുടെ ഫിസിക്കൽ ആക്ടിവിറ്റി ഈസ് ഓൾസോ റെഡ്യൂസ്ഡ്. അപ്പം ദാറ്റ് ഈസ് അനദർ ഫാക്ടർ ദാറ്റ് ക്യാൻ കോൺട്രിബ്യൂട്ട്. പിന്നെ ഈ കോമോർബിഡിറ്റീസ് എന്ന് വെച്ചാൽ നമ്മൾ ഇപ്പം ഡയബറ്റീസ് കാരണം ക്യാൻസർ വരുമെന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല, എന്നാൽ ഇതെല്ലാം ഇൻറ്റർപ്ലേ ചെയ്യും. അപ്പം ഇഫ് ഐ ഹാവ് എ പേഷ്യൻറ്റ് ഹു ഹാസ് ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ, സ്ട്രോക്ക്, ഇതെല്ലാം ഉള്ളൊരു ക്യാൻസർ പേഷ്യൻ്റ് ഉണ്ട്, ആൻഡ് ഇത് മൂന്നും ഇല്ലാത്ത വേറൊരു ക്യാൻസർ പേഷ്യൻ്റ് ഉണ്ട്, ഔട്ട്കം വുഡ് ബി ബെറ്റർ ഇൻ ദ പേഷ്യൻറ്റ് വിത്തൗട്ട് ദ കോമോർബിഡിറ്റീസ്. അപ്പം ആസ് എ ഹോൾ നമ്മൾ ബോഡിക്ക് വളരെയധികമായിട്ട് നമ്മൾ കെയർ ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഇന്ത്യയിൽ ക്യാൻസറിൻ്റെ, അതായത് എസ്പെഷ്യലി നമ്മൾ ഈ പറഞ്ഞ പോലെ ഹെഡ് ആൻഡ് നെക്ക് ക്യാൻസറിൻ്റെ എണ്ണം കൂടി വരികയാണോ, അതോ നമുക്ക് ക്രമാതീതമായിട്ട് കുറയ്ക്കാൻ പറ്റുന്നുണ്ടോ? എന്താണ് അവസ്ഥ? സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കുകയാണെങ്കിൽ ഇന്ത്യയിലെ ഹെഡ് ആൻഡ് നെക്ക് ക്യാൻസർ പ്രെവലൻസ് സിഗ്നിഫിക്കൻ്റ്ലി കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം 2020 ഡേറ്റയിൽ മേ ബി പുതിയതായിട്ട് ഇന്ത്യയിൽ 1.5 lakh ന്യൂ ഓറൽ ക്യാൻസർ പേഷ്യൻസ്, അല്ലെങ്കിൽ ഹെഡ് നെക്ക് ക്യാൻസർ പേഷ്യൻസ് ഇന്ത്യയിൽ ഡിറ്റക്ട് ചെയ്തു നമ്മൾ പറഞ്ഞാൽ 2025 ആകുമ്പോഴത്തേക്ക് അത് വീണ്ടും ഒരു 30,000 കൂടും. പിന്നെ 2030 അല്ലെങ്കിൽ 40 ആകുമ്പോഴത്തേക്ക് 25% പ്രൊജക്ഷൻ ഇത് കൂടും എന്നുള്ളതിന്. ബിക്കോസ് കൺസംഷൻ ഓഫ് സ്മോക്ക്ലെസ് ഫോംസ് ഓഫ് ടൊബാക്കോ ഭയങ്കരമായിട്ട് വളരെ അധികമായിട്ട് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഈ പറഞ്ഞ പാനും ഗുഡ്കയും തമ്പാക്കും എല്ലാം. അപ്പം അത് കാരണം ഉണ്ടാകുന്ന ഈ അവസ്ഥകൾ വളരെ എക്സ്പൊണൻഷ്യലി ആണ് ഗ്രോ ചെയ്യുന്നത്. എന്നാൽ ഇത് ട്രീറ്റ് ചെയ്യാനുള്ള സെൻറ്ററിൻ്റെ നമ്പേഴ്സ് എക്സ്പൊണൻഷ്യലി ഗ്രോ ആവുന്നില്ല. അത് ട്രീറ്റ് ചെയ്യാനുള്ള സ്പെഷ്യലിസ്റ്റിൻ്റെ നമ്പേഴ്സ് എക്സ്പൊണൻഷ്യലി അല്ല ഗ്രോ ആവുന്നത്. സോ ബേർഡൻ ഭയങ്കരമായിട്ട്, ഇപ്പം വേൾഡിലെ തന്നെ ഇന്ത്യ ഈസ് കൺസിഡർഡ് ആസ് ദ ക്യാപിറ്റൽ ഫോർ ഹെഡ് ആൻഡ് നെക്ക് ക്യാൻസേഴ്സ് അല്ലെങ്കിൽ ഓറൽ ക്യാൻസേഴ്സ്. ദാറ്റ് ഈസ് ദ ബേർഡൻ. ആൻഡ് എസ്പെഷ്യലി ഇപ്പം ലിറ്ററസി നോക്കുമ്പോൾ അപ്പം കേരളത്തിൽ അല്ലെങ്കിൽ സദേൺ പാർട്ട് ഓഫ് ഇന്ത്യയിൽ ചിലപ്പം ബിക്കോസ് പീപ്പിൾ ആർ മോർ അവെയർ, അപ്പം ടൊബാക്കോ കൺസംഷൻ്റെ ഹാബിറ്റ്സ് ചിലപ്പോൾ കുറവായിരിക്കും കമ്പയർഡ് ടു നോർത്തേൺ സ്റ്റേറ്റ്സ് ഓർ ദി അതർ സ്റ്റേറ്റ്സ്. അപ്പം ദർ ഇസ് ഇനഫ് ഡേറ്റാസ് ടു സേ ദാറ്റ് ദ മോർ യു കൺസ്യൂം ഹയർ ദ ചാൻസ്. അപ്പം കറൻ്റ്ലി ഐ എം വർക്കിംഗ് അറ്റ് കച്ച്വ ക്രിസ്ത്യൻ ഹോസ്പിറ്റൽ, മിർസാപൂർ ഡിസ്ട്രിക്റ്റിൽ, ഉത്തർപ്രദേശിലെ ഒരു ഹോസ്പിറ്റലാണ്. അപ്പം നമ്മളവിടെ ഒരു ചെറിയൊരു ഹോസ്പിറ്റൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്, എൻ്റെ മെജോറിറ്റി ഓഫ് ദ പേഷ്യൻസ് ഫ്രം റൂറൽ പുവർ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന പേഷ്യൻസ്, മെജോറിറ്റി ഓഫ് ദം എന്ന് വെച്ചാൽ ആ പോപ്പുലേഷനിലൊരു 70% ഓഫ് ദ പോപ്പുലേഷൻ ഈ പറയുന്ന ടൊബാക്കോ പ്രൊഡക്ട്സ് യൂസ് ചെയ്യും. ആൻഡ് അവർ വിചാരിക്കുന്നത് ഇതും കൊണ്ട് ഒരു കുഴപ്പവുമില്ല, കാരണം എൻ്റെ അപ്പനും അമ്മയും കഴിച്ചിട്ടുണ്ട്, എൻ്റെ അപ്പച്ചനും അമ്മച്ചിയും കഴിച്ചിട്ടുണ്ട്,
അവരുടെയും പൂർവികർ കഴിച്ചിട്ടുണ്ട്, നാട്ടുകാർ മുഴുവനും കഴിക്കുന്നുണ്ട്. പിന്നെ എനിക്കെന്താണ് കുഴപ്പം? അവർ പറയുന്നത് ഈ കഴിക്കുന്ന എല്ലാവർക്കും ക്യാൻസർ ഇല്ലല്ലോ, ക്യാൻസർ കുറച്ച് പേർക്കല്ലേ ഉള്ളൂ, കഴിക്കാത്തവർക്കും വരുന്നുണ്ട് എന്നുള്ളതാണ് അവരുടെ മറു ചോദ്യം. ഐ അഗ്രി, കഴിക്കാത്തവർക്കും ഓറൽ ക്യാൻസർ വരാം. പക്ഷേ ഇഫ് ഐ ഹാവ് 1000 ഓറൽ ക്യാൻസർ പേഷ്യൻസ്, അതിൻ്റെ അകത്തൊരു 950 കേസസ് ടൊബാക്കോ കഴിച്ചവരുടെ ആയിരിക്കും. ബാക്കി ഒരു 50 പേഷ്യൻസേ ഉള്ളൂ ചിലപ്പോൾ ഈ ടൊബാക്കോ കഴിക്കാതെ വേറെ എന്തെങ്കിലും കാരണം കൊണ്ട് വരുന്നത്. പക്ഷെ അത് മനസ്സിലാക്കുവാനായിട്ട് നമ്മൾ പലപ്പോഴും ശ്രമിക്കാറില്ല. സോ ദാറ്റ്സ് വൺ ഓഫ് ദ മേജർ ഡ്രോബാക്സ്. ഡോക്ടർ, അപ്പം ഇപ്പോൾ ഈ പറഞ്ഞല്ലോ അവിടുത്തെ ഡോക്ടറിൻ്റെ പേഷ്യൻസിൽ ഭൂരിഭാഗം പേരും ഈ പറഞ്ഞ ടൊബാക്കോയുടെ യൂസ് കാരണമാണെന്നുള്ളത്. അതിൽ എങ്ങനെയാണ്, പുരുഷന്മാരാണോ അതോ സ്ത്രീകൾ, കുട്ടികൾ, എങ്ങനെയാണ് അതിൻ്റെ ഒരു കണക്ക് വരിക? അപ്പോൾ നമ്മളൊരു സർവേ നടത്തി. ഒരു അറൗണ്ട് കുറച്ച് സ്കൂളുകളിൽ, അടുത്തുള്ള കുറച്ച് സ്കൂളുകളിൽ ഒരു സർവേ നടത്തിയായിരുന്നു. അപ്പം അതിൽ നമുക്ക് കണ്ടെത്താനായിട്ടുള്ള സാധിച്ചൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, മെജോറിറ്റി ഓഫ് ഇതൊരു ഡേറ്റായുമാണ്, ടൊബാക്കോ സർവേ എന്ന് പറയാം. അപ്പോൾ GYTS സ്കോറും GATS സ്കോറും വെച്ച് നാഷണൽ പ്രെവലൻസ് ഒരു 14%. അതായത് സ്കൂൾ ഗോയിങ് കിഡ്സ് ടൊബാക്കോ കൺസംഷൻ തുടങ്ങുന്നത് 14% സ്റ്റുഡൻസ് ആണെന്ന് പറയാം. പക്ഷേ നോർത്തിൽ ആ 14 എന്നുള്ളത് ചിലപ്പോൾ ഇൻക്രീസ് ആയി അറൗണ്ട് 23% വരെ ഉണ്ട്. അപ്പം സ്കൂൾ ഗോയിങ്, അതായത് 12 ഇയറിന് മുകളിലോട്ടുള്ള കുട്ടികൾ ഈ പ്രോഡക്ട്സ് ഇനീഷ്യേറ്റ്, പിയർ പ്രഷർ കാരണമാവാം, ഫ്രണ്ട്സ് കാരണമാവാം, അല്ലെങ്കിൽ മാതാപിതാക്കൾ കഴിക്കുന്നത് കണ്ടിട്ടാവാം, അല്ലെങ്കിൽ അവർ കാശ് കൊടുത്ത് ചിലപ്പോൾ വിടും, മോനെ ഇത് പോയി കടയിൽ നിന്ന് വാങ്ങിയിട്ട് വാ. അപ്പോൾ അത് ദേ ഫീൽ ഇറ്റ്സ് നോർമൽ. അത് അവരുടെ ട്രഡീഷൻ്റെ ഭാഗമായിട്ട് അതങ്ങനെ ഒരു കസ്റ്റമായിട്ട് അതങ്ങനെ അങ്ങ് മാറിയിരിക്കുകയാണ്. സോ അവർക്കതിൻ്റെ ഒരു ഇൽ എഫക്റ്റ്, അവർ ഇതിൻ്റെ മുകളിൽ പടം കാണുമെങ്കിൽ പോലും ഇത് രജിസ്റ്റർ ആവുന്നില്ല. നമ്മളിപ്പം എന്നും അത് കണ്ടുകൊണ്ടിരുന്ന് കഴിയുമ്പം ദേ ആർ നോട്ട് റിയലൈസിങ് ദാറ്റ് ഇതൊരു സത്യാവസ്ഥയാണ്. ഇപ്പോൾ ഞാനൊരു റീസെൻറ്റ് ഇൻസിഡൻറ്റ് പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു 2 weeks ago ഞാൻ ഓപ്പറേറ്റ് ചെയ്തൊരു പേഷ്യൻറ്റ്, അദ്ദേഹത്തോട് ഞാൻ സ്റ്റേജ് 1 ആയിരുന്നപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു, ഇത് ഇത്രയും വേഗം നമ്മൾ ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ അത്രയും നമ്മളുടെ ഔട്ട്കം ബെറ്റർ ആയിരിക്കും. പക്ഷെ അന്നേരം ഈ പറഞ്ഞതുപോലെ പല കാരണങ്ങൾ കൊണ്ട് അദ്ദേഹം ട്രീറ്റ്മെൻറ്റിന് തയ്യാറായില്ല. ഒരു 3-4 മാസം കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ മകൻ എന്നെ വിളിക്കുകയുണ്ടായി, സാറേ ഭയങ്കര ബ്ലീഡിങ്, ട്യൂമർ പൊട്ടി വ്രണമായി, ഭയങ്കര ബുദ്ധിമുട്ടിലാണ്, അപ്പം ഒന്ന് ഹെൽപ്പ് ചെയ്യണമെന്നും പറഞ്ഞ് വളരെ ഗുരുതരാവസ്ഥയിൽ വന്നു. നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ഇൻ്റർവ്യൂൻ ചെയ്തു, എമർജൻസി കെയറെല്ലാം ചെയ്തു. അത് കഴിഞ്ഞ് സ്റ്റെബിലൈസ് ചെയ്തിട്ട് സ്റ്റിൽ സർജറിക്ക് വിധേയമാകാൻ പോസിബിൾ ആയിട്ടുള്ളൊരു കാൻഡിഡേറ്റ് ആയിരുന്നു. അങ്ങനെ നമ്മൾ സർജറിക്ക് അദ്ദേഹം വിധേയനായി. ICUവിൽ ഇദ്ദേഹം അഡ്മിറ്റഡ് ആണ്. അപ്പം ICUവിൽ സർജറി കഴിഞ്ഞ് ഇപ്പം ഞാൻ റിലേറ്റീവ്സിനെ കാണാൻ വേണ്ടിയിട്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങി നോക്കിയപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഭാര്യയും 2 ആൺകുട്ടികളും, അവർക്കൊരു ഭാര്യയ്ക്കൊരു മേ ബി 40 years, ആൺകുട്ടികൾക്കൊരു 25-20 years, അവരവിടെ ഇരുന്ന് ഇപ്പോഴും ടൊബാക്കോ ചവച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അവരോട് ചോദിച്ചു, ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് ഒന്നും മനസ്സിലായില്ലെന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, സാർ ഇത് ഒരു ശീലമാണ്, ഒരു അഡിക്ഷനാണ്, ഇത് വിട്ടുപോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് കാരണം നമ്മളിതിങ്ങനെ കണ്ടിന്യൂ ചെയ്യുക. പക്ഷേ ഇത് കാരണം മാത്രമല്ലല്ലോ ഇതിപ്പം ഇങ്ങനെ വന്നത് എന്നുള്ളതാണ് അവരുടെ ഒരു ചോദ്യം. സോ സംടൈംസ് ഇറ്റ്സ് വെരി ഹാർഡ്. നമ്മളത് കണ്ട് ചിലപ്പം വി ആർ നോട്ട് ഏബിൾ ടു തിങ്ക് ബിയോണ്ട്. നമ്മൾ ഈ കുട്ടികളെ ഈ ഓറൽ ക്യാൻസർ അല്ലെങ്കിൽ ഹെഡ് ആൻഡ് നെക്ക് നമ്മൾ പറയുന്ന ഈ വിഭാഗത്തിൽ നമ്മൾ കുട്ടികളെ എത്രത്തോളം ഇത് അഫക്റ്റ് ചെയ്യും? അപ്പം ഇന്ത്യയിൽ അല്ലെങ്കിൽ ഇൻ ജനറൽ പീഡിയാട്രിക് പോപ്പുലേഷനിൽ നമ്മൾ കാണപ്പെടുന്ന ക്യാൻസേഴ്സ് എന്ന് ചോദിക്കുകയാണെങ്കിൽ മെജോറിറ്റി ഒരു 30% ലുക്കീമിയ എന്ന് പറയുന്ന ഒരു ക്യാൻസർ ആയിരിക്കും, ബ്ലഡ് ക്യാൻസർ എന്ന് നമുക്ക് പറയാം സിമ്പിൾ ടേംസിൽ. ഓറൽ ക്യാൻസർ പെർ സേ പീഡിയാട്രിക് പോപ്പുലേഷനിൽ വളരെ റെയറാണ്. അപ്പം ദർ ആർ സം സിൻഡ്രോംസ് ലൈക്ക്, അല്ലെങ്കിൽ ജനറ്റിക് കണ്ടീഷൻസ് ലൈക്ക് ഡിസ്കെററ്റോസിസ് കൺജനൈറ്റ എന്ന് പറഞ്ഞ് ചില കണ്ടീഷൻസ് ഉണ്ട് വേർ ഓറൽ ക്യാവിറ്റി ക്യാൻസർ ക്യാൻ ബി പ്രെവലൻറ്റ്. അല്ലെങ്കിൽ ഇപ്പം ഈ പറഞ്ഞ ഈ 12-year-old അല്ലെങ്കിൽ 13-year-old ടൊബാക്കോ ചൂയിങ് ഹാബിറ്റ്സ് അവർ ഓൾറെഡി തുടങ്ങി എങ്കിൽ ഓറൽ ക്യാൻസർ വരാം. അല്ലെങ്കിൽ സംടൈംസ് ചില സാർക്കോമ എന്ന് പറയുന്ന ചില ട്യൂമേഴ്സ് ഉണ്ട്, ഈവിങ് സാർക്കോമ, ഓസ്റ്റിയോസാർക്കോമ, ഇതെല്ലാം ഈ പറയുന്ന താടിയലിനെ, മോണയുടെ എല്ലിനെയൊക്കെ ബാധിച്ച് അതിന് ശസ്ത്രക്രിയയും കീമോതെറപ്പി എല്ലാം ആവശ്യപ്പെടുന്നതായിട്ടുള്ളൊരു അവസ്ഥയുമുണ്ട്. പക്ഷേ പീഡിയാട്രിക് പോപ്പുലേഷനിൽ ഇതിൻ്റെ നമ്പേഴ്സ് ആക്ച്വലി വളരെ കുറവാണ്. ഈ അടുത്ത് വായിച്ച ഒരു കാര്യമാണ് ഇഡിയറ്റ് സിൻഡ്രം എന്ന് പറഞ്ഞിട്ട്. ഇഡിയറ്റ് സിൻഡ്രം സ്ഥിരമായിട്ടോ അല്ലാതെയോ നമ്മൾ ഗൂഗിളിൽ നമ്മുടെ രോഗലക്ഷണങ്ങൾ
നമ്മൾ അന്വേഷിക്കുകയാണ്, തിരയാണ്, എനിക്ക് തലവേദന ഉണ്ട്, ഇത് ക്യാൻസർ ആണോ എന്നാണ് പലരുടെയും സംശയം. അപ്പം ഇത്തരത്തിൽ നമ്മൾ കുറച്ച് ഈ ഇൻ്റർനെറ്റിൻ്റെ യൂസും നമ്മുടെ സ്വയം നമ്മൾ ചികിത്സിക്കാൻ ശ്രമിക്കുന്നതും എത്രത്തോളം ഡേഞ്ചറസ് ആണ്? ഈ ഒരു ഗൂഗിൾ അല്ലെങ്കിൽ AI ബേസ്ഡ് പ്ലാറ്റ്ഫോമിൻ്റെ ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്ട് എന്ന് പറയുമ്പോൾ, ഞാൻ എന്താണ് ആഗ്രഹിക്കുന്നതോ എൻ്റെ കീവേഡ് ക്വസ്റ്റ്യൻ പോലെ ആയിരിക്കും അതിൻ്റെ ഉത്തരം. ഇഫ് ഐ ആസ്ക് ഇന്ന കാര്യം എൻ്റെ ഹെൽത്തിന് ബെനിഫിഷ്യൽ ആണോ എന്ന് ചോദിക്കുകയാണെങ്കിൽ അതിൻ്റെ ബെനിഫിറ്റ്സിനുള്ളൊരു 10 ആർട്ടിക്കിൾസ് അതെനിക്ക് ഫൈൻഡ് ഔട്ട് ചെയ്ത് തരും. ഇതെൻ്റെ ഹെൽത്തിന് ബെനിഫിഷ്യൽ അല്ലല്ലോ എന്ന് ഞാൻ ചോദിക്കുകയാണെങ്കിൽ അതിനനുസരിച്ചുള്ളൊരു പ്രോംപ്റ്റ് റിപ്ലൈ അത് തരും. സോ whenever we find an information from the internet, we should take it with a pinch of salt. അതായത് അത് ആ ഒരു കോണ്ടെക്സ്റ്റിൽ എത്രമാത്രം ഉചിതമാണെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം അതിനെ പ്രോസസ്സ് ചെയ്യാൻ. അപ്പം ഗൂഗിൾ ബേസ്ഡ് ട്രീറ്റ്മെൻറ്റ്സ് മേ നോട്ട് ബി ദി ആപ്റ്റ് ഫോർ എനി വൺ സിറ്റുവേഷൻ. അപ്പം നമ്മൾ എപ്പോഴും ഒരു എക്സ്പെർട്ട് ഒപ്പീനിയൻ കണ്ട് നമ്മൾ രണ്ട് സൈഡും എന്താണെന്ന് അറിഞ്ഞ് അതിനൊരു ഡയഗ്നോസിസിൽ എത്തിയിട്ട് വേണം മുന്നോട്ടൊരു ട്രീറ്റ്മെൻറ്റിന് പോകാൻ. ഗൂഗിൾ ക്യാൻ ഡെഫിനറ്റ്ലി ഹെൽപ്പ്. എവിടെ പോയി കാണിക്കണം, സിംറ്റംസ് എന്തൊക്കെയാണ്, രോഗലക്ഷണങ്ങൾ എന്തൊക്കെയാണ്, ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് എന്തൊക്കെയാണ്, ഇതെല്ലാം ഇൻ്റർനെറ്റ് നമുക്ക് പറഞ്ഞു തരും. പക്ഷേ അത് എപ്പോഴാണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടത്, ഇതൊന്നും പറഞ്ഞു തരാൻ ചിലപ്പോൾ ഇൻ്റർനെറ്റ് ബേസ്ഡ് പ്ലാറ്റ്ഫോംസിന് സാധിക്കത്തില്ല എന്ന് വരും. അപ്പം നമ്മളത് മനസ്സിലാക്കേണ്ടി വരും. അപ്പം ഈ ഇൻസ്റ്റഗ്രാം റീൽസ് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഹാൻഡിൽസിൽ വരുന്ന അല്ലെങ്കിൽ വാട്സാപ്പിൽ ഫേസ്ബുക്കിലൊക്കെ വരുന്ന പല മെസ്സേജും വീഡിയോസും എല്ലാം പലപ്പോഴും എൻ്റർടൈൻമെൻറ്റ് പേർപ്പസിന് ആരെങ്കിലും എവിടെയെങ്കിലും ഇരുന്ന് ഷൂട്ട് ചെയ്യുന്നതായിരിക്കും. പക്ഷെ അത് വൈറലായി കഴിയുമ്പോൾ അത് പിന്നെ അതായിരിക്കും നമ്മളുടെ അങ്ങനെ ചെയ്താൽ ഇങ്ങനെ സാധിക്കും. പക്ഷേ വി ഷുഡ് ഓൾവേസ് ക്രോസ് ചെക്ക് ഇറ്റ് വിത്ത് സ്പെഷ്യലിസ്റ്റ്. അതിനെക്കുറിച്ച് നല്ല അണ്ടർസ്റ്റാൻഡിംഗ് ഉള്ളൊരു സ്പെഷ്യലിസ്റ്റിൻ്റെ അടുത്ത് പോയി നമ്മളത് മനസ്സിലാക്കണം. ഡോക്ടർ, നമ്മളിപ്പോൾ ഈ പറഞ്ഞ സോഷ്യൽ മീഡിയയുടെ കാര്യം പറഞ്ഞല്ലോ. അപ്പോൾ അതിലുള്ളൊരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ, നമ്മൾ കോവിഡിൻ്റെ സമയമൊക്കെ ആയപ്പോഴായിരുന്നു ആക്ച്വലി ഈ വാട്സപ്പിൽ ടൂ മച്ച് ഇൻഫർമേഷൻ, അതും ചിലപ്പോൾ ഫേക്ക് ന്യൂസ് തന്നെയായിരിക്കും ഇങ്ങനെ സ്പ്രെഡ് ആവാൻ തുടങ്ങിയത്. അപ്പോൾ അതിൽ നമ്മൾ കൂടുതലായിട്ട് കേട്ടിട്ടുള്ളൊരു കാര്യമാണ് മഞ്ഞൾ ചേർത്ത വെള്ളം കുടിച്ചാൽ, ഡെയിലി കുടിച്ചാൽ നിങ്ങൾക്ക് ക്യാൻസർ വരില്ല. എന്തെങ്കിലും വാസ്തവമുണ്ടോ? പ്രിലിമിനറി സ്റ്റഡീസ് പലയിടത്തും നടത്തിയിട്ടുണ്ട്. ഈ മഞ്ഞൾ, അതായത് ടെർമറിക്കിൻ്റെ അകത്തും പിന്നെ അതുപോലെ കർക്യുമിൻ എക്സ്ട്രാക്ട്സ്, അങ്ങനെ പല ഫോർമുലേഷൻ ബേസ്ഡ് ഇൻവെസ്റ്റിഗേഷൻസ് പ്രിലിമിനറി ആയിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലെല്ലാം കണ്ടെത്തുവാൻ സാധിച്ചിട്ടുള്ള കാര്യങ്ങൾ ഈ ടെർമറിക്, കർക്യുമിൻ, ഗാർലിക് അഥവാ അങ്ങനത്തെ കുറച്ച് പ്രോഡക്ട്സിൽ ആൻറ്റി ഓക്സിഡൻസ് വളരെയധികം ധാരാളമായിട്ട് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പം അതൊരു ക്യൂറായിട്ട് ഇതുവരെ പ്രൂവൺ ബെനിഫിറ്റോടുകൂടെ എങ്ങും യൂസ് ചെയ്തിട്ടില്ല. അങ്ങനൊരു ക്ലിനിക്കൽ ട്രയലോ അങ്ങനൊരു ട്രീറ്റ്മെൻറ്റ് മൊഡാലിറ്റിയോ ഒരു പ്രോട്ടോക്കോളായിട്ട് എങ്ങും തന്നെ അറ്റ് ദിസ് പോയിന്റ് ഇൻ ടൈം നമ്മൾ യൂസ് ചെയ്യുന്നില്ല. എന്നാൽ സംടൈംസ് മേ ബി ഫോർ സം സൈഡ് എഫക്റ്റ് ഓഫ് സം തെറപ്പി ഈ പറഞ്ഞ കർക്യുമിൻ എക്സ്ട്രാക്ട് ചിലപ്പം യൂസ് ചെയ്തു തന്നിരിക്കും. പക്ഷേ അതിൻ്റെ ലോങ് ടേം ബെനിഫിറ്റ്സ് ആൻഡ് അത് നമ്മളെല്ലാം വെയിറ്റ് ചെയ്ത് നോക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ എന്നും ഇത് വെള്ളത്തിൽ കലക്കി കുടിക്കുകയാണെങ്കിൽ ക്യാൻസർ വരത്തില്ല എന്ന് പറയുന്നത് ഇച്ചിരി ഒരു ഓവർ എസ്റ്റിമേഷനാണ്. എന്നാൽ ഐ എം നോട്ട് ഡിനൈങ് ദ ഫാക്ട് ദാറ്റ് ടേമറിക് യൂസ് ചെയ്യരുതെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ വി ഹാവ് ടു ടേക്ക് ഇറ്റ് വിത്ത് എ പിഞ്ച് ഓഫ് സോൾട്ട്. അത് ഒരു ക്യൂർ അല്ല. ഇപ്പം ഐ നോ ഓഫ് പേഷ്യൻസ് വെയർ വലിയൊരു ഫംഗേറ്റിംഗ് ട്യൂമറുണ്ട്. അപ്പോൾ അവരോട് ആരോ ഇതുപോലെ പറഞ്ഞു കൊടുത്തു. അപ്പോൾ അവർ ഡെയിലി ചെയ്തുകൊണ്ടിരിക്കുന്നത് എനിക്ക് സർജറിയുടെ ആവശ്യമില്ല, എനിക്ക് റേഡിയേഷൻ വേണ്ട, എനിക്ക് കീമോതെറപ്പി വേണ്ട, ഇത് ചെയ്താൽ മതി, ഇതും കൊണ്ട് മാറും എന്നും കണ്ട് ഒരു 6 monthsോളം വെച്ചുകൊണ്ടിരുന്നു. പിന്നെ അവസാനം അത് വ്രണം വന്ന് അതിൽ പുഴുക്കൾ വന്ന് അതിൽ നിന്ന് ബ്ലീഡിങ് എല്ലാം ആയി കഴിഞ്ഞപ്പോഴാണ് അവർ വിചാരിച്ചത് ഇനി ഇതൊന്ന് നമുക്കൊന്ന് ഡോക്ടറിനെ കാണിക്കാം. അപ്പം അങ്ങനെയാണ് അന്നേരം ഞാൻ പറഞ്ഞത്. അപ്പോൾ ഈ സ്റ്റേജ് 1 എന്നുള്ളത് ഓട്ടോമാറ്റിക്കലി സ്റ്റേജ് 4 ആയി മാറിക്കഴിഞ്ഞു. അപ്പോൾ നമ്മളുടെ ട്രീറ്റ്മെൻറ്റ് ഔട്ട്കംസ് അതേപോലെ ഡിപ്പ് ചെയ്യും. അപ്പോൾ ട്രീറ്റ്മെൻറ്റ് ഔട്ട്കംസ് ഡിപ്പ് ചെയ്യുമ്പം ഈ പേഷ്യൻറ്റിൻ്റെ റിലേറ്റീവ്സും വിചാരിക്കുന്നത് ഇതിപ്പോൾ ട്രീറ്റ്മെൻറ്റ് എടുത്തതിന് ശേഷം ഔട്ട്കം എല്ലാം വളരെ മോശമാണ്. അപ്പം ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ട് ഔട്ട്കം മോശമാവുന്നതിൻ്റെ കാരണം ഇതാണ്. നമ്മൾ വളരെ ഡിലേഡ് ആയിട്ടാണ് ആക്ച്വൽ ട്രീറ്റ്മെൻറ്റിന് പോകുന്നത്. അപ്പം അതൊരു വളരെ ഒരു സാഡനിങ് ആയിട്ടുള്ളൊരു ഫാക്റ്റാണ്. അപ്പം ദാറ്റ് ഇസ് വൈ വി നീഡ് ടു ക്രിയേറ്റ് മോർ അവെയർനെസ് ബിൽഡിങ്ങിന് നമ്മൾ ഒത്തിരി ഇൻവെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ലൈക്ക് ടൈം, റിസോഴ്സ്, പേഴ്സണൽ, സോ ദാറ്റ് പീപ്പിൾ ആർ അവെയർ. നമ്മൾ എത്ര സൂക്ഷിക്കണം, എത്രമാത്രം നമ്മൾ അതിനെ കെയർ ചെയ്യണം എന്നുള്ളത് നമ്മൾ ആൾക്കാരുടെ ഇടയ്ക്ക് ആ ഒരു അവെയർനെസ് കൊണ്ടുവരണം, ബോധവൽക്കരണം കൊണ്ടുവരേണ്ട ആവശ്യമുണ്ട്. ഒരു തൊണ്ടയ്ക്കൊരു ഇറിറ്റേഷനും ചെറിയൊരു തൊണ്ടവേദനയും ഭക്ഷണം ഇറക്കാനൊരു ബുദ്ധിമുട്ട് ഇന്ന് തുടങ്ങി 2-3 ദിവസമായിട്ടുണ്ട്. അപ്പം ഞാനങ്ങനെ ആൽക്കഹോളും സ്മോക്കും ഒന്നും ചെയ്യുന്ന വ്യക്തി അല്ല എങ്കിൽ
അത് ത്രോട്ട് ക്യാൻസർ ആവാനുള്ള ചാൻസസ് ആക്ച്വലി കുറവാണ്. പക്ഷേ നമ്മൾ എങ്ങനെ അറിയും ചോദിച്ചു കഴിഞ്ഞാൽ, പലരും പറയാറുണ്ട് എനിക്ക് കവിളിൽ എന്തോ പാട് പോലെ കണ്ടു, അല്ലെങ്കിൽ നാക്കിൽ എനിക്ക് കളർ വേരിയേഷൻ ഉണ്ട്. ഇങ്ങനെയുള്ള പല ലക്ഷണങ്ങൾ കാണുമ്പോഴും ആൾക്കാർ ഭയങ്കരമായിട്ട് പാനിക് ആവാറുണ്ട്. ക്യാൻസർ ആണെന്നുള്ള ഡയഗ്നോസിസ് കൊടുത്താലും അവർ പറയും ഇത് ക്യാൻസർ അല്ല, ഇതൊരു പുണ്ണാണ്, ഇത് ജസ്റ്റ് ഒരു സാധാരണപ്പെട്ടൊരു സംഭവം, ഇതിലെന്തെങ്കിലും ഇല പച്ചമരുന്ന് എന്തെങ്കിലും വെച്ചാൽ ഇതങ്ങ് മാറും. അപ്പോൾ നമുക്ക് കോൺസ്റ്റൻ്റ് ആയിട്ടൊരു ഫ്രിക്ഷൻ ഏതെങ്കിലും ഒരു ഏരിയയിൽ വന്ന് അവിടെ ഒരു കൺസിസ്റ്റൻറ്റ് ക്രോണിക് അൾസറായിട്ട് മാറുകയാണെങ്കിൽ അതിലൊരു ക്യാൻസർ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട്.